എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓട്സ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നട്ട്സും എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് വെള്ളമുന്തിരി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചേറെ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ അതിൽ. അതേപോലെ കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചെറി എടുത്തിട്ടുണ്ട്, പിന്നെ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നട്ട്സ് എടുക്കുന്നത് ബദാമും അണ്ടിപ്പരിപ്പുമാണ്. അത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഈത്തപ്പഴം അരിഞ്ഞ് വെച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് സിറപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് ആറിയതിന് ശേഷം ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര കാരമൽ ചെയ്ത് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ഒന്ന് ഇതിലേക്ക് ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര മാത്രം ഇട്ടിട്ട് ഇങ്ങനെ നമുക്ക് കാരമൽ ചെയ്ത് എടുക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാനാണ് ഒരു 2 ടേബിൾ സ്പൂണ് പച്ചവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. അത് ഇങ്ങനെ ഇളക്കണ്ട. ഇതിൻ്റെ സൈഡിൽ നിന്ന് ഒരു ബ്രൗൺ നിറം ആയി വരുന്ന സമയത്ത് ഒന്നിങ്ങനെ ഇളക്കി ചേർത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കാളി പിടിക്കില്ല ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഒപ്പം കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നന്നായി ബ്രൗൺ നിറമായി വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒന്ന് നീങ്ങി നിന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ആ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ മാറി നിന്നിട്ട് നീങ്ങി നിന്നിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ആറി വരുമ്പോഴത്തേക്കും നല്ലൊരു കാരമൽ സിറപ്പ് കിട്ടും നമുക്ക്. അപ്പോൾ ഇത് ഞാൻ ചൂടോടെ തന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ അപ്പൾക്കപ്പോൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുത്താൽ ഒന്ന് നന്നായി സോഫ്റ്റ് ആവുകയും ചെയ്യും. ഇതൊക്കെ ചൂടോടെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ ഈത്തപ്പഴം ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാതെ. നല്ല ഹാർഡായിട്ടുള്ള ഈത്തപ്പഴമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പകുതി ചൂടാറിയതിന് ശേഷം മാത്രം അത് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഒന്നങ്ങനാണ്ട് ചൂടാറി കിട്ടും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഈത്തപ്പഴം കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സിറപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈത്തപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടുള്ള ആ ചൂട് വിട്ടപ്പോൾ ഞാൻ ഈത്തപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം ആയതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തത് കേട്ടോ. ഇതൊക്കെ മിക്സ് ആക്കിയിട്ട് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ഓട്സാണ് എടുത്തിട്ടുള്ളത്. അത് പകുതിയാക്കിയിട്ട് ഒന്ന് നന്നായി പൊടിച്ചെടുക്കാം. നന്നായി പൊടിഞ്ഞോട്ടെ കേട്ടോ. എന്നിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ 1.5 കപ്പാണ് ഇതിലേക്ക് കറക്റ്റ് നമ്മൾ ഫ്ലോർ എടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ഓട്സ് എടുത്ത് 1/4 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഓട്സ് നന്നായി പൊടിച്ച് ചേർത്തതിന് ശേഷം ഗോതമ്പ് പൊടിയും അതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് പിന്നെ 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊക്കോ പൗഡർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമല്ല കേട്ടോ. അപ്പോൾ അത് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ അതേപോലെ ജാതിക്കയും കൂടെ പൊടിച്ചെടുത്തതിൻ്റെ പൗഡർ ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കോഴിമുട്ട 3 എടുക്കാം. അത് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നിലിട്ടിട്ടാണ് ആദ്യം ബീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 3/4 കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തതിന് ശേഷം നമ്മൾ സാധാരണ കേക്കിന് ബീറ്റ് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ഒന്നിൽ നിന്ന് പതുക്കെ സ്പീഡ് കൂട്ടിയിട്ട് 5ലേക്ക് ആക്കിയിട്ട് നന്നായി ഫ്ലഫി ആയി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി 50 ഗ്രാം പിന്നെ ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അല്ലേ, അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓവൻ ഞാൻ 10 മിനിറ്റ് ഒരു കണക്കാക്കിയിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ കാരമൽ സിറപ്പിൽ, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ലെമൺ ജ്യൂസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനത് ഒഴിക്കണത് എടുക്കാൻ വിട്ടുപോയി കേട്ടോ. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മുന്തിരിയും അതേപോലെ ഈത്തപ്പഴം, ചെറിയും അണ്ടിപ്പരിപ്പൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്കത്
ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 150 ഡിഗ്രിയിൽ ഞാൻ ഒരു 40-45 മിനിറ്റോളം ആയിട്ടുണ്ട് ഇത് ബേക്കായി വരാനായിട്ട്. അപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. മേലെ ഇതുപോലെ ക്രാക്കൊക്കെ വന്നിരിക്കണം. അപ്പോൾ ഇനി അതെടുത്തിട്ട് നമുക്ക് ആറിയതിന് ശേഷം കട്ട് ചെയ്യാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.